പത്തനംതിട്ട മുൻ DCC പ്രസിഡന്റ് ബാബു ജോർജ് CPM-ലേക്ക് യാത്ര തുടങ്ങിയെന്ന് സൂചന. ഇന്നലെ നവകേരള സദസ്സിൽ പങ്കെടുത്ത ബാബു ജോർജ് കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നു. അപ്പോൾ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ടാവും. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് ഇത്തവണ ദയനീയമായി പരാജയപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. CPM ആരെയും വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന പാർട്ടിയല്ലെന്നും ബാബു ജോർജ് 24-നോട് പറഞ്ഞു. കോൺഗ്രസിൻ്റെ കളർ കുറേശ്ശെ മാറുന്നു. നവകേരള സദസ് പത്തനംതിട്ടയിലെത്തിയപ്പോൾ എവിടെയും ശ്രദ്ധാകേന്ദ്രം മുൻ DCC പ്രസിഡന്റ് ബാബു ജോർജിലായിരുന്നു. എന്തായാലും അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. നവകേരള സദസ്സിൽ പങ്കെടുത്തു, അഭിപ്രായങ്ങളൊക്കെ നമ്മൾ പങ്കുവച്ചു. എന്താണ് പ്രധാനമായും നവകേരള സദസ്സിൽ പങ്കെടുക്കാനുള്ള ഒരു കാരണമായി അങ്ങ് കരുതുന്നത്? നവകേരള യാത്രയിൽ പങ്കെടുക്കാൻ ഞാൻ തീരുമാനിച്ചത് നാടിൻ്റെ വികസനം എല്ലാവരെയും ഒന്നിപ്പിക്കാൻ ഇപ്പോഴത്തെ ഗവൺമെൻറ് തീരുമാനിച്ചു. നമുക്ക് നമ്മുടെ അഭിപ്രായം പറയണം, ജനപ്രതിനിധികൾ വന്ന അഭിപ്രായം പറയണം, എതിർക്കേണ്ട സ്ഥലത്ത് നമുക്ക് എതിർക്കണം. അല്ലാതെ എല്ലാത്തിനെയും എതിർത്തിട്ട് ഈ ഗവൺമെൻറ് അങ്ങ് പോകുന്നവരെ സമരം നമ്മൾ വന്നിട്ട് പിന്നെ നടക്കൂ. അങ്ങനെയാണെങ്കിൽ ഒരു ഗവൺമെൻറ്റിനും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരും. അതിൽ പങ്കെടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു നിശ്ചയമായിരുന്നു, നിലപാടായിരുന്നു. ഞാനവിടെ ഉന്നയിച്ച ആവശ്യങ്ങൾ ഉന്നയിച്ചു വേണ്ടി ഞാൻ പാർട്ടി നിൽക്കുമ്പോൾ പാർട്ടിയുടെ ഒരു സജീവ പ്രവർത്തനമാണ്. ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. ഇടതുപക്ഷ മുന്നണിയിൽപ്പെട്ട ഒരാളും എൻ്റെ ഫ്രണ്ട്സില്ല, എനിക്കതിനകത്തൊരു ഫ്രണ്ട്സില്ല. അത്രയും പ്രവർത്തിച്ച എന്നെ ദയനീയമായി ഈ പാർട്ടി മാറ്റി നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ആൻ്റോ ആൻ്റണി തന്നെ സ്ഥാനാർത്ഥിയാവുമെന്ന് പറയുന്നു. അങ്ങ് പറയുന്നു ദയനീയമായി പരാജയപ്പെടുമെന്ന് പറയുന്നു. ആൻ്റോ ആൻ്റണിക്ക് പേഴ്സണലി ഇത്തരത്തിൽ പരാജയപ്പെടാനുള്ള കാരണം ഈ പറയുന്ന കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം പ്രശ്നം മാത്രമാണോ, അതോ ആൻ്റോ ആൻ്റണിക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടോ? ആൻ്റോ ആൻ്റണി എന്ന് പറയുന്ന ഒരു MP തികച്ചും പരാജയമല്ലേ? എല്ലാ ചാനലുകളുടെയും ന്യൂസ് വന്നില്ലേ? ആൻ്റോ ആൻ്റണി ഇഷ്ടപ്പെടുന്ന ആളുകൾ എത്ര ഒന്നുമില്ല, 1% പോലും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഓരോ കാരണങ്ങൾ പറയുന്നത് ആൻ്റോ ആൻ്റണി എന്ന് പറയുന്ന ആളിനോട് സ്ഥാനാർത്ഥി രംഗത്തു നിന്നും മാറി നിൽക്കാൻ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചാൽ ആൻ്റോ തന്നെ തീരുമാനിക്കണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അങ്ങനെ പറയുമോ? പണ്ട് ഞാൻ 52 വർഷം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണ്. ഒരു മാധ്യമ പ്രവർത്തകരും താൻ മത്സരിക്കരുത് എന്ന് പറയുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തോട് പറഞ്ഞിരിക്കുകയാണ് മത്സരിക്കരുതെന്ന്. പക്ഷേ അദ്ദേഹം മത്സരിക്കും. അതായത് ഡൽഹിയിൽ നല്ല സ്വാധീനമാണ്. ജയിക്കുമോ? ജയിക്കില്ല, ഞാൻ പറഞ്ഞില്ലേ, ജയിക്കില്ല. യാതൊരു കോൺഗ്രസിൻ്റെ പരാജയം ഇത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മാത്രമല്ല, കോൺഗ്രസ് പരാജയം ആവർത്തിക്കും, യാതൊരു തർക്കവുമില്ല. CPM-ലേക്ക് പോകാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ടോ? ഞാൻ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോടുകൂടി എൻ്റെ രാഷ്ട്രീയ നിലപാട് ഉണ്ടാകും. കോൺഗ്രസിനെതിരായിട്ട് ആയിരിക്കും, യാതൊരു സംശയവും ഉണ്ടായില്ല. ഞാൻ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചല്ലോ, ഇനി കോൺഗ്രസ്സിലില്ല.